പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ദൈവമായ കർത്താവിന് കരുണയുണ്ടോ? അവന് കരുണ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ പറ്റും, ബെത്സൈദ കുളക്കടവിൽ ഒരുത്തൻ കിടക്കണത്. യേശുനാഥൻ ജനിക്കുന്നതിന് മുൻപേ അവിടെ കിടക്കണവൻ. അപ്പോൾ യേശുനാഥൻ കരുണ തോന്നി അവൻ്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലേ, എന്നിട്ട് അവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയും. ഇതാണ് കരുണ. അപ്പോൾ യേശുനാഥൻ്റെ ഓരോ പ്രവൃത്തിയും വളരെയധികം വിലയുണ്ട്, കരുണയുണ്ട്, അവൻ്റെ സ്നേഹമാണ് അവൻ്റെ. അവൻ്റെ ജീവിതത്തിൽ നമുക്കായി തന്നത് ഏറ്റവും വലിയ കരുണ കുർബാനയാണ്. അവൻ്റെ ശരീരവും രക്തവും നമുക്ക് തരും. 2025 വർഷങ്ങൾക്ക് മുൻപ് സഗിയോൻ മാളികയിൽ ശിഷ്യന്മാർക്ക് കൊടുത്തെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഓരോ ദേവാലയത്തിലും വൈദികൻ്റെ കരം വഴി നമുക്ക് യേശുനാഥൻ്റെ ശരീരവും രക്തവും കരുണയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. എത്ര പേർക്ക് ഈ ശരീരം ഭക്ഷിച്ചിട്ട് നന്ദി പറയാൻ തോന്നിയിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹം. യേശുവേ, നിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും കരുണ തോന്നി എനിക്ക് തന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഒരാരും നന്ദി എന്ന് പറയാൻ നമ്മുടെ അധരങ്ങൾ ചൊലിച്ചിട്ടുണ്ടോ? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവൻ്റെ ഓരോ പ്രവൃത്തികളും കരുണയും സ്നേഹവും. മനുഷ്യ മക്കളോടുള്ള സ്നേഹം അളവില്ലാത്ത സ്നേഹമാണ് യേശുനാഥൻ്റെ സ്നേഹം. അതാണ് ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോയി. മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ അവരെ തേടി വരെയും അന്വേഷിച്ച് വരെയും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞവൻ്റെ ഇടയ്ക്കിലേക്ക് വീണ്ടും യേശുനാഥൻ വരെയും. അതാണ് കരുണ. ആ കരുണയ്ക്ക് നമുക്ക് വില കൊടുക്കാൻ പറ്റുമോ? എന്ത് വില കൊടുക്കും? അവിടെ നിന്ന് തരുന്ന ഓരോ കരുണയ്ക്കും നമ്മൾ എന്താണ് പ്രതിഫലം കൊടുക്കുക യേശുനാഥന്? എന്നാലോചിച്ച് നോക്കിയേ. അത്രയേറെ സ്നേഹമാണ് യേശുനാഥൻ നമ്മളോട് കാണിക്കുന്നത്. അതിലും വലിയ സ്നേഹമാണ് സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം. അവിടുത്തെ ഏകപുത്രനായ യേശുനാഥനെ നമുക്ക് കുർബാനയായി തന്നിരിക്കുകയാണ്. അപ്പോൾ ആ കരുണ, പിതാവ് കരുണയുള്ളവനാണ്, പുത്രനും കരുണയുള്ളവനാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലാണ്. അപ്പം അതിനെ ശ്രവിക്കാം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. ഇതൊരു കരുണയും. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു ഉടനെ മലയിലേക്ക് കയറി. അവൻ അവിടെ ഇരിക്കാൻ പോയിരുന്നു. മനുഷ്യനെ കണ്ടപ്പോൾ എന്നെ തേടി വന്നല്ലോ എന്നുള്ള യേശുവിൻ്റെ സ്നേഹം അവൻ മലയിലേക്ക് കയറി ഇരുന്നു. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാരും അടുത്ത് എത്തി. അവൻ ഇരിക്കണ കണ്ടപ്പോഴത്തേക്കും ശിഷ്യന്മാരും ഓടി വന്നിട്ട് അവൻ്റെ അടുത്തിരിക്കുന്നു. എന്താണ് ഇവൻ പറയാൻ പോകുന്നത്? കേൾക്കാനുള്ള ദാഹത്തിലൂടെ ജനങ്ങൾ കൂടിയിരിക്കുന്നു. അതിലൂടെ ശിഷ്യന്മാരിയ്ക്കുന്നു. യേശുനാഥൻ മലയിൽ കയറിയിരിക്കുന്നു. അതിൻ്റെ 2-ാം വാക്യം. അവന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശുനാഥൻ അവരെ പഠിപ്പിക്കാൻ പോയിരുന്നു. വചനത്തിലൂടെ യേശുനാഥൻ പഠിപ്പിക്കാൻ പോവുകയാണ്. 3-ാം വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. യേശു ആദ്യമേ പറയുന്നു, ആത്മാവിൽ ദരിദ്രം ആയവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ എന്താണ് ദാരിദ്ര്യം? ആത്മാവിലാണ് നമുക്ക് കുറവുകളൊക്കെ ഉള്ളത്.
അതുള്ളവർക്ക് ഭാഗ്യവാന്മാരെന്നാണ് യേശുനാഥൻ പറയുന്നത്. സ്വർഗരാജ്യം അവരുടേതാണ്. ഉണ്ടാ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നും വിഭജിക്കുന്നതെന്ന് യേശുനാഥൻ യോഹന്നാൻ 60:6-63 പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, എന്നിട്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം, കർത്താവിൻ്റെ പിതാവിൻ്റെയും സ്വർഗരാജ്യത്തിലേക്ക് നമ്മുടെ ആത്മാവ് ചെന്നെത്തണം. അവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. എങ്ങനെ വിലപിക്കുന്നത്? കരയുന്നവർ, ടെൻഷൻ അടിച്ച് വ്യസനത്തോടിരിക്കുന്നവർ, ദുഃഖത്താൽ കഴിയുന്നവർ, ഇതെല്ലാം നമ്മൾ കർത്താവിൽ സമർപ്പിക്കുമ്പോഴാണ് അവിടെ നിന്ന് അരുൾ ചെയ്യുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാർ. അവർ ആശ്വസിക്കപ്പെടും. അവർ ആശ്വസിക്കപ്പെടും. എങ്ങനെ? ദൈവമായ കർത്താവിൻ്റെ ആശ്വാസം നമുക്ക് കിട്ടിയാൽ വേറെ ഒന്നും വേണ്ടി വരില്ല. അല്ലെങ്കിൽ നമ്മൾ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ വരണം നമ്മുടെ ജീവിതത്തിലേക്ക്, അവൻ കടന്നു വരണം, അവൻ വരും. വിളിക്കണം അവനെ, യേശുവേ യേശുവേ എന്ന് മാറത്തടിച്ച് കരയണം. അപ്പോൾ വരുവൻ. വലിയ ശാന്തശീലർ ഭാഗ്യവാന്മാർ. ശാന്തശീലർ. ഒരു കവിള് കാണിച്ചു കൊടുത്താൽ മറ്റേ കവിളും കൂടി കാണിച്ചു കൊടുക്കണം. അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്? നമ്മുടെ ഈഗോ പ്രവർത്തിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേറൊന്നും വേണ്ട. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടോ അല്ലേ? ഒരു പ്രായമായ അപ്പച്ചനെ അമ്മച്ചിയെ കണ്ടിട്ടുണ്ടെങ്കിൽ സഹോദരൻ സഹോദരി ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ നീ ഭാഗ്യവതിയാണ്. അവിടെയാണ് കർത്താവ് നോക്കുന്നത്. ഒന്ന് മുട്ടമ്പഴത്തിനും ദേഷ്യം വരുന്നില്ലേ? അവൻ്റെ രോമങ്ങളൊക്കെ അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും ദേഷ്യം വന്നിട്ട്. ഹല്ലേലൂയ. ഇന്നാള് ഒരിക്കൽ ഞാൻ ഒരു സഹോദരിയുടെ ഒരു കാര്യം ചോദിച്ചു, എന്താണ്. അപ്പം എന്നോട് പറയേ അത് തന്നു തന്നെയാണ്, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അവളുടെ ഒരു രക്തം അങ്ങ് തിളച്ച്. വെറുതെ ചോദിച്ചോളൂ, ജസ്റ്റ്. എനിക്ക് അത് ഓർമ്മയില്ല എന്താണെന്ന്, അത് എവിടെ തന്നോ ഇല്ലെന്നോ. ഉടനെ അവള് പെട്ടെന്ന് ചൂടായി. നോക്കിയേ, അവിടെ ഈഗോ പ്രവർത്തിക്കാൻ തുടങ്ങി. അവളൊന്നും നോക്കണില്ല, അത് തന്നതാണല്ല, പിന്നെ എന്തിനാ വീണ്ടും ചോദിക്കണേന്ന്. അത് തന്നതാണെന്ന് പറഞ്ഞാൽ മതിയില്ലേ? അതല്ലേ കരുണ. ചൂടായി പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവൻ്റെയും ഈഗോ അവരെയും തിളക്കും. അവർ രണ്ടുപേരും പ്രശ്നമായി അവിടെ. കേട്ടാ, നിസ്സാര കാര്യം പറഞ്ഞു തീർക്കാനുള്ളത് അവിടെ കുറ്റബോധമായിട്ട് വരികയും. എന്തുകൊണ്ടാണ് അങ്ങനെ വരണത്? എന്നാലോചിച്ചേക്ക്. ഉള്ളിൽ കിടക്കുന്ന കയ്പ് സംസാരിക്കുമ്പോൾ അത് പുറത്തോട്ടെടുക്കും കാക്ക കരയണ പോലെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. എന്താണ് ഭൂമി അവകാശമാക്കുന്നത്? ഈ ലോക ജീവിതം അല്ല, വീണ്ടും ഒരു ജീവിതമുണ്ട്. 6 അടി മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമുക്ക് ഒന്നും ആരോടും അങ്ങനെ പെട്ടെന്ന് ക്ഷമിക്കാനൊന്നും പറ്റില്ല. കാരണം തിളയ്ക്കണ ചോരയാണ് നമ്മുടെ ശരീരം കിടന്ന് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടും പറഞ്ഞു പോകും നമ്മൾ. എങ്ങനെയായി? അല്ലെ പിന്നെ അത്ര എളിമയും ശാന്തശീലനായിട്ടൊക്കെ നടക്കണം. കിടന്നോട്ടൊക്കെ കോട്ടയെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. എന്നാലും കിട്ട് കയറി വരുന്നവർ ഒരുപാടുണ്ട്. ഓട് കയറി വരും. ഒന്ന് പറഞ്ഞാൽ മതി, രണ്ടാമത്തേന്
ചീത്തയായി തെറിയായി വായിക്കുന്നതൊക്കെ കിടന്ന് പറയും. ഈ ഞാനടക്കം പറയും. അത് നമ്മുടെ ഈഗോ പ്രവർത്തിക്കണം. ലലിയ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ, അതാണ് ഏറ്റവും വലുത്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഹൃദയശുദ്ധി വേണം. എങ്ങനെ വരും അത്? തമ്പുരാൻ്റെ വചനം വായിക്കുകയും തമ്പുരാൻ്റെ വചനം കേൾക്കുകയും അവൻ്റെ കൂടെ 1 മണിക്കൂർ ഇരുന്ന് തിരുവോസ്വരൂപനായ യേശുവിൻ്റെ നേരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവരായും തന്നെ മാറാൻ തുടങ്ങും. അന്വേഷിക്കുവിൻ കണ്ടെത്തുന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലോ. നമ്മളങ്ങോട്ട് കടന്നു ചെല്ലണം. അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്താ? ദൈവത്തെ കാണും. ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ ശുദ്ധിയുള്ളവരാക്കണം. പക്ഷെ നമുക്കതിന് സാധിക്കില്ല. എന്താണെന്നറിയാമോ? ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഹൃദയം കൊതിക്കുന്ന ഹൃദയം, എന്ത് കണ്ടാലും മതി വരാത്ത, അത് കിട്ടിയാൽ കൊള്ളാം, അത് കൊള്ളാം എന്നുള്ള ദാഹമാണ് നമുക്കുള്ളത്. യേശുവേ നന്ദി, യേശുവേ ആദരം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം സ്ഥാപിക്കുന്നവർ. ഒരാൾ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് കേൾക്കാത്ത പോലെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതൊരു സമാധാനം. പക്ഷെ അങ്ങനെ ചെയ്യില്ല. അത് പുറകെ വന്നുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്കും ദേഷ്യം വരും. പിന്നെ 1 പറഞ്ഞ് 2 പറഞ്ഞ് അവിടെ നമ്മുടെ കരുണ നഷ്ടപ്പെട്ടു പോകും. ഹൃദയശുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈ കർത്താവിൻ്റെ വചനമൊക്കെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില കുടുംബത്തിൽ അവൻ പുണ്യാളനായി, അവൻ നടപ്പ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കളിയാക്കുന്നു. പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. പക്ഷേ അതിനെതിർത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും. എന്താണെന്ന്? നമ്മുടെ പഴയകാല ജീവിതം മുറിവേറ്റ ജീവിതങ്ങളാണ്. അപ്പം നമ്മൾ ശാന്തശീലരും എളിമയിലേക്കൊക്കെ വന്നാലും കുടുംബത്തിൽ നിന്ന് തന്നെ അത് നമ്മൾ ഉപദ്രവിക്കാൻ നോക്കും. ബൈബിളൊക്കെ വായിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അവൻ ബൈബിൾ വായിക്കണം, അതേസമയം വേറൊരു മാസിക എടുത്ത് വായിച്ചു നോക്കിയേ അവൻ മുണ്ടില്ല. ബൈബിളെടുത്ത് വായിക്കാൻ നോക്കിയേ അപ്പോൾ അവനെ കുറ്റം പറയാൻ തുടങ്ങും. അങ്ങനെയുണ്ട് നോക്കി. അവൻ അവൻ്റെ കൃപയും അവൻ്റെ എല്ലാം തന്നെ നഷ്ടപ്പെടുത്തി കളയും. വീണ്ടും പറയുന്നു 10-ാം വാക്യം, നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ചിലപ്പോൾ ഓടിച്ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ കാട്ടിപ്പായ്ക്കൊക്കെ ചെയ്യും. പക്ഷെ നമ്മളൊന്നും എതിർക്കാണ്ട് കർത്താവേ ഇത് കേൾക്കണമേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കരുണയുണ്ടാവും, അവിടെ നമുക്ക് സ്നേഹത്തിൽ. അപ്പോൾ ഇതെല്ലാം യേശുനാഥൻ ഈ മലയിൽ ഇരുന്നുകൊണ്ട് ജനങ്ങളെയും ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിക്കുന്നു. എന്നിട്ട് യേശു പറയുന്നു വീണ്ടും 11-ാം അധ്യായം 11-ാം വാക്യം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളിൽ നിന്നും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നെ പ്രതി, കണ്ട, എന്നെ പ്രതി. എന്താണത് എന്നെ പ്രതി? ഒരു വ്യക്തി വചനം ധ്യാനം കൂടി വന്നു, അല്ലെങ്കിൽ അവനൊരു കൃപ കിട്ടി, ഉടനെ അവൻ ബൈബിൾ വായിക്കാൻ തീരുമാനം എടുത്താൽ അവനെ കുറ്റം പറയാൻ തുടങ്ങും. ആ വചനം വായിക്കണം, അവൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണത് അവനെ അല്ല, കർത്താവിനെ തന്നെയാണ് ആ വ്യക്തി പറയണത്.
അത് അവനറിയുന്നില്ല. കർത്താവ് ഇവിടെ പറയുന്നതുകൊണ്ടാ വ്യക്തമായിട്ട്, എൻ്റെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഗണിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. വ്യാജമായി പറയും, മറ്റുള്ളവരുടെ പിന്നെ കുറ്റം പറയും. അവനിപ്പോൾ ഭയങ്കര ഇതായിട്ട് അവന് സപ്പോർട്ട് ചെയ്ത് പറയില്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ അവനെങ്ങനെ നന്നാവും? യേശുവെ നന്ദി, യേശുവെ ആരാധന. വീണ്ടും 12-ാം വാക്യം, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്നാണ് ദൈവമായ കർത്താവ് പറയുന്നത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പക്ഷെ നമുക്കതിന് സാധിക്കില്ല. കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പെട്ടെന്ന് ചൂടാകും. അതല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോയിക്കാൻ 2 ദിവസം കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് കയറി വരണം. അന്നേരം മോന്ത കീർത്തിരിക്കും ആ വ്യക്തിന്. എന്നാലും കുഴപ്പമില്ല, കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേക്ക് ഇരിക്കുക. അപ്പോൾ സ്വർഗരാജ്യം അവരുടേതായിട്ട് മാറും. പക്ഷെ എത്ര നാളാണ് അങ്ങനെ കഴിയുക? അത് നമ്മൾ ചിന്തിക്കണം. ഒരു വഴക്കിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പിന്നെ 2-3 ദിവസത്തേക്ക് മുണ്ടില്ല. മോന്തയും വിറച്ചിട്ട് രണ്ടുപേരുന്നത് ഉണ്ടാൻ തോന്നണില്ല. അപ്പോൾ അതൊക്കെ സാത്താൻ്റെ പരിപാടികളാണ്. അതൊക്കെ ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാർ, വചനപ്രഘോഷകരെ എല്ലാം കുറ്റം പറയുന്നവരുണ്ട്. അവർ തന്നെ നിങ്ങളെ ഇനിയും പീഡിപ്പിക്കുന്നതാണ് യേശുനാഥൻ പറയുന്നത്. അതിന് ഒരു മാറ്റമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു വ്യക്തി യേശുനാഥനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആഴമായി അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവൻ അധികം സംസാരിക്കാനൊന്നും ആരോടും പോകുന്നു. അവനൊരു ദാഹം ഉണ്ടാകും ഹൃദയത്തിൽ. യേശുവിനെ പ്രഘോഷിക്കണം, യേശുവിൻ്റെ വചനം കൊടുക്കണം, യേശുവിൻ്റെ കുർബാനയിലേക്ക് പങ്കെടുക്കാൻ ഓടണം. എവിടെ വചന പ്രഘോഷണം നടക്കുന്നുണ്ടോ ആ വചനം കേൾക്കാൻ ഓടണം. ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. അതില്ലാണ്ട് നമ്മൾ സുഖലോലിത കണ്ടു ഓടാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെ സമയം ഉണ്ടാകും, അതിനെ ആൾക്കാരുണ്ടാവും, അതിന് 100 പേരുണ്ടാവും. പക്ഷേ 3 പേര് 4 പേര് കൂടി പ്രാർത്ഥിക്കാനായിട്ടൊന്നും ആൾക്കാരുണ്ടാവില്ല. പറഞ്ഞാൽ വിളിച്ചാലും പോകില്ല, അത് വേറെ പണിയുണ്ടെന്ന് പറയും, മാറിപ്പോകും. അതല്ല യേശുനാഥൻ പറയണത് മത്തായിയുടെ സുവിശേഷത്തിൽ 18:19-20 പറയണത്. ഇവിടെ 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നു അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് യേശുനാഥൻ പറയുന്നത് വെറുതെ ഒന്നല്ല. യേശുനാഥൻ്റെ ഓരോ വാക്കുകളും നമുക്ക് ഹൃദയത്തിൽ ജ്വലിക്കുന്നതായിരിക്കണം. അത് ഓർത്ത് ആരാധിക്കുമ്പോഴായിരിക്കും നമുക്ക് കൃപ ലഭിക്കുന്നത്. യേശുവിനോട് കൂടിയായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ്. ഒരിക്കലും യേശുനാഥൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് സങ്കടകരമായ വേദനകരമായ ജീവിതമായിരിക്കും. കുറ്റപ്പെടുത്തുന്ന ജീവിതം, മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് മുറിവേക്കുന്ന സ്വഭാവം. വെറുതെ ഉണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്യക്തി ഒരു വ്യക്തിയോട് ചോദിക്കണം ഒരു സാധനം എവിടെ ഉണ്ടാ തന്നാൽ ഉടനെ അവൾ ചൂടാകാൻ തുടങ്ങി. അതാണ് മനുഷ്യൻ. അവളുടെ ഈ ഉള്ളിൽ കിടക്കണവന് അവൻ സംസാരിക്കുകയാണ് ആ വ്യക്തിയോട്. ആ വ്യക്തി എങ്ങനെയുള്ളവനാണെന്ന് അവളറിയുന്നില്ല, അവനറിയാം അവൻ്റെ അവളുടെ ഉള്ളിൽ കിടക്കണവൻ. കാരണം അവൾ ചൂടായി. അത് ഞാൻ തന്നല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. അവിടെ പ്രശ്നം ഉണ്ടാക്കിയാണ്. നിസ്സാര കാര്യത്തിന്
പ്രശ്നം അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാണ്ട് അവള് പറയാണ് ഞാനത് തന്നു, പിന്നെ എന്നോട് ഒന്ന് ചോദിക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അവൾ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി വഴക്കിന് വരാനുള്ള ഇടം. എന്നാൽ ആ മനുഷ്യന് അല്പം പ്രായമായി, മറവിൽ സംഭവിച്ചായിരിക്കും, നമുക്കത് പറഞ്ഞേക്കാം. അത് തീർന്നു പോയിക്കട്ടാ. ആ കയ്പ് ഉള്ളിൽ കിടക്കുന്ന അവളുടെ കയ്പാണ് ആ കിടന്ന് സംസാരിക്കുന്നത്. അത് തന്നെ പെടുത്ത് പുറത്ത് വേണം. അവൻ കയറി നിങ്ങൾ തിന്നു കളയും കാറുന്നു. അറിയില്ല നമ്മൾ പിശാചിനെ. മനുഷ്യനല്ലേ, മറവി എപ്പോഴും വരാം. ദാനിയേലച്ചൻ ഇന്ന് ഒരു വചനം വിടുന്നുണ്ട്. അപ്പോൾ ഒരു വചനം പ്രഘോഷിക്കും. ഉടനെ അച്ഛൻ പറഞ്ഞ വാക്ക്, അച്ഛനൊരു വചനം പറഞ്ഞു. എന്നിട്ട് അവിടെ ജനങ്ങൾ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞ വചനം വേറെ, അച്ഛൻ ബൈബിളിലൂടെ പറഞ്ഞ അധ്യായം വേറെ. എടുത്തു നോക്കിയിട്ട് അവർക്ക് കിട്ടണുള്ളത്. അപ്പം അച്ഛൻ പറയണ, അയ്യോ എനിക്ക് പ്രായമായിപ്പോയി, മറവി വരില്ലേ. എന്താ അവിടെ പ്രശ്നം കഴിഞ്ഞു. അവിടെ പ്രശ്നം ഉണ്ടാക്കാം. അച്ഛൻ എന്തിട്ടാ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞ വചനവും അച്ഛൻ ബൈബിളിൽ പറഞ്ഞ അധ്യായവും വാക്യവും തെറ്റാണല്ലോ അച്ഛൻ, എന്താണ് അങ്ങനെ അച്ഛൻ പ്രഘോഷിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ജനത്തിന് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം. അപ്പം തന്നെ അച്ഛൻ പറഞ്ഞ് പ്രായമായി വരെയല്ലേ മറവി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വേറെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഓരോ വ്യക്തിയുമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വന്ന് ചേരുന്നത്. ദൈവകൃപ നിറഞ്ഞ പറയുന്നേ സുസ്ഥി, കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരത്തിൻ ഫലമായി യേശുനാഥൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനുടെ യേശുവണമേ അമേ. ഓ പരിശുദ്ധമേ, യേശുവിൻ്റെ അമ്മേ, പുത്രൻ്റെ ജീവൻ്റെ വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെയും മനസ്സിനെയും തുറക്കണമേന്നും ദിവസം മുഴുവനും ഈ വചനത്തിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ വഴി നടത്തണമേന്നും യേശു അപ്പാ നിന്റെ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് നീ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ ഞങ്ങളുടെ നാമവചനങ്ങളെയും ശക്തിപ്പെടുത്തണമേ പ്രാർത്ഥിച്ചുകൊണ്ട് സർവസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ, രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സർവ്വത്തെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവവും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രാജ്യവും ശക്തിയും മഹത്വവും യേശുവേ നിന്റേതാവുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ ആമേൻ.